ഈ ഓഗസ്റ്റ് മാസം 16-ാം തീയതി എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ ദൈവം മനോഹ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു പുരുഷൻ്റെ ഭാര്യയ്ക്ക് പ്രത്യക്ഷനായ സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശിംശോൻ എന്ന് പറയുന്നതായിരിക്കുന്ന ശക്തനായ ന്യായാധിപതിയുടെ അപ്പനാണ് മനോഹ. അതുപോലെ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും. ഈ ഭാര്യയ്ക്ക് ദൈവം ഒരു ദിവസം പ്രത്യക്ഷനായി അവൾക്ക് വന്ദനം പറഞ്ഞ ശേഷം പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആ മകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആശീർവാദക്കാരനായിരിക്കും. അതുകൊണ്ട് നീ അശുദ്ധമായതൊന്നും കഴിക്കരുത്, മുന്തിരിവള്ളിയുടെ അനുഭവമൊന്നും തുടരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കടന്നുപോയി. മനോഹയുടെ ഭാര്യയ്ക്ക് വലിയ അതിശയം തോന്നി. കാരണം ഇതെന്താണ്, പെട്ടെന്നൊരു വന്ദനവും പെട്ടെന്നൊരു സന്ദേശവും. അവളെ വീട്ടിൽ ചെന്നു, അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ദൈവദൂതൻ പ്രത്യക്ഷനായി, ഞാൻ ഗർഭിണിയാകുമെന്നും ആ മകന് ശിംശോൻ എന്ന് പേരിടണമെന്നും ഒക്കെ എന്നോട് പറഞ്ഞു. അതുപോലെ ഞാൻ കഴിക്കേണ്ട ആഹാരത്തെപ്പറ്റിയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടാണ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ മനോഹയ്ക്ക് എല്ലാം കൊണ്ടും ഒരു വലിയ ജിജ്ഞാസയും താല്പര്യമൊക്കെ ഉണ്ടായി. കാരണം തനിക്കൊരു മകനുണ്ടാകാനായിട്ട് പോകുന്ന കാര്യമല്ലേ. അപ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ഭാര്യയുടെ അടുക്കൽ വന്ന് അവളോട് ഈ കാര്യങ്ങൾ പറഞ്ഞതായിരിക്കുന്ന പുരുഷനെ ഒരു പ്രാവശ്യം കൂടി എൻ്റെ അടുക്കലേക്ക് അയക്കണമെന്ന് പറഞ്ഞു. ഇതേത് പുരുഷനാണെന്നൊന്നും അറിയില്ല. മനോഹയുടെ ഭാര്യ അവൻ്റെ പേരൊന്നും ചോദിച്ചുമില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് വീണ്ടും ദൂതനെ അയച്ചത് മനോഹയുടെ അടുക്കലേക്കല്ല അയച്ചത്, വീണ്ടും മനോഹയുടെ ഭാര്യയുടെ അടുക്കലേക്ക് അയച്ചത്. അതെന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രത്യക്ഷമാകുന്നത് പലപ്പോഴും ഭാര്യമാർക്കാണ്. മറിയയ്ക്ക് പ്രത്യക്ഷമായി, എലിസബത്തിന് പ്രത്യക്ഷമായി, ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷമായിട്ടുണ്ട്. പുരുഷന്മാർക്കും പ്രത്യക്ഷമായിട്ടുണ്ട്, ഇല്ലെന്നല്ല. എങ്കിൽ ഇവിടെ വീണ്ടും മനോഹയുടെ ഭാര്യയുടെ അടുക്കലേക്ക് വരാൻ കാരണമെന്ന് പറയുന്നത് ആഹാരം സംബന്ധിച്ചുള്ള നിഷ്ഠകൾ, നിർദ്ദേശങ്ങൾ നൽകേണ്ടത് ഭാര്യയ്ക്കല്ലേ. അവളല്ലേ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. ഭർത്താവിനോട് പറയുന്നത് നല്ലതാണെങ്കിലും അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ. അല്ല, ഇനിയിപ്പോൾ മനോഹയേക്കാൾ ഭക്തിയായിരിക്കുന്ന ഒരാൾ മനോഹയുടെ ഭാര്യയായിരുന്നു, അതുകൊണ്ടാകും, അതും അറിയില്ല. ഏതായാലും ജനിപ്പാനുള്ള മകൻ ശിംശോന് അവൻ ആശീർവാദക്കാരനായിരിക്കണമെന്ന് ദൂതൻ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് അവൻ്റെ അമ്മ ഗർഭകാലത്ത് ഒരിക്കലും അശുദ്ധമായതൊന്നും തൊടുകയോ നിഷിദ്ധമായതൊന്നും കഴിക്കുകയോ ചെയ്തതെന്നാണ്. അശുദ്ധമായി തൊടുകയും വരുത്, നിഷിദ്ധമായത് കഴിക്കുകയും വരുത്. എന്തുകൊണ്ടെന്നാൽ അമ്മ കഴിക്കുന്നതൊക്കെയും ശിശുവിനെ ബാധിക്കുമെന്നാണ് പറഞ്ഞത്. അമ്മ മുന്തിരിങ്ങ കഴിച്ചാൽ ആശീർവാദം റദ്ദായി പോകും. അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിക്കാനായിട്ട് ഒക്കുകയില്ല. ഇതൊരു വലിയ പ്രമാണമാണ് ഇവിടെ ഉള്ളത്. അമ്മമാർ ഗർഭകാലത്ത് കഴിക്കുന്നതെല്ലാം ജനിപ്പാനുള്ള കുട്ടിയുടെ ശാരീരികവും മാനസികവും ആത്മീകവുമായ സാധ്യതകളെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റു വിധത്തിൽ ബാധിക്കും എന്ന സത്യമാണ് ഇവിടെ പറഞ്ഞത്. മനോഹയുടെ ഭാര്യയോട് അതാ പറഞ്ഞത്, മനോഹയോടും അതുതന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഈ കാര്യത്തിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നുകയും കുടിക്കുകയൊന്നും ചെയ്യാൻ ഒക്കുകയില്ല. നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്, നിങ്ങളുടെ ഭാര്യയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ട് എന്നുള്ളത് കൊണ്ട് അമ്മ കഴിക്കുന്നതായിരിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് കുട്ടിക്ക് ന്യൂട്രീഷൻ കിട്ടുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് എന്തും കഴിക്കാനൊക്കില്ല. വാരി വലിച്ച് കഴിക്കുക നമ്മുടെ നാട്ടിൽ പറയും. അങ്ങനെ കഴിക്കാനൊക്കില്ല. ആരോഗ്യപൂർണ്ണമായിരിക്കുന്ന ആഹാരങ്ങളാണ്, പോഷകഗുണമുള്ള ആഹാരങ്ങളാണ്. അതുപോലെ ആശീർവാദക്കാരൻ അനുവദിച്ചിട്ടുള്ള ആഹാരങ്ങൾ മാത്രമാണ് കഴിക്കാനായിട്ട് അനുവാദമുള്ളത്. അപ്പോൾ ഈ പ്രമാണം ഇന്ന് വൈദ്യശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട്. അതായത് അമ്മമാർ കഴിക്കുന്നതായിരിക്കുന്ന ആഹാരം കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നുള്ള കാര്യം ഒരു പൊതു പ്രമാണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. പുകവലിക്കുകയും മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ, പ്രത്യേക അമ്മമാരുടെ കുട്ടികൾ മന്ദബുദ്ധികളും അംഗവൈകല്യങ്ങളുള്ളവരുമായിരിക്കും. അതൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് മതി. ഭർത്താവ് പുകവലിക്കുന്നവനാണെങ്കിൽ ആ പുകവലിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ പരിചരിക്കുന്നതായിരിക്കുന്ന ഭാര്യയ്ക്ക് ആ പുകവലിയുടെ തെറ്റായിരിക്കുന്ന ഫലം ലഭിക്കുകയും ഉള്ളിലുള്ളതായിരിക്കുന്ന കുഞ്ഞ് മന്ദബുദ്ധിയായിട്ടൊക്കെ ജനിക്കുകയും ചെയ്യുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യമൊക്കെ വൈദ്യശാസ്ത്രമൊക്കെ ഇന്ന് അത് സ്ഥാപിച്ചിട്ടുള്ളതായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ ആരോഗ്യമുള്ള ആഹാരം അമ്മമാർ കഴിക്കണം. നല്ല കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ നല്ല ആഹാരം അമ്മമാർ കഴിക്കണം. ദൈവവുമായുള്ള ബന്ധം ഹനിക്കപ്പെടാതിരിക്കുവാൻ ആ അമ്മമാർ സൂക്ഷിച്ചു വേണം. എന്തുകൊണ്ടാണ് ഈ മുന്തിരി മുതലായിരിക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കരുതെന്ന് പറഞ്ഞത്? അവൻ ആശീർവാദക്കാരനാണ്, ദൈവമായുള്ളൊരു ബന്ധത്തെ കാണിക്കുന്നത്. അവൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവനാണ്, ശിശുത്വത്തിൽ പാതിയിലേക്ക് വരേണ്ടവനാണ്. ആശീർവാദം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ശിഷ്യത്വവ്രതം പോലെയാണ്. ശിഷ്യനായി വളരുവാനാണ്. അവൻ പലതും ഉപേക്ഷിക്കണം. ശിഷ്യന്മാരായിരിക്കുന്നവർക്കെല്ലാം ഒക്കുകയില്ല. അപ്പനെയോ അമ്മയോ സഹോദരനെയോ സഹോദരിയോ ഭാര്യയോ മക്കളെ പോലും കർത്താവിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ അനുവാദമില്ല. അതുപോലെ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടത് ആവശ്യമായി വരും. നല്ല കുഞ്ഞുങ്ങൾ ലഭിക്കണമെങ്കിൽ അമ്മമാർ ഒരുപാട് സാക്രിഫൈസസ് ചെയ്തെങ്കിലേ സാധിക്കൂ എന്ന് ചുരുക്കം. അമ്മയുടെ ആരോഗ്യം കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. കൂടാതെ അമ്മയുടെ മാനസികാവസ്ഥ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയെ വളരെയേറെ സ്വാധീനിക്കും. അതൊക്കെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്.
ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ എപ്പോഴും അവളെ വറീഡാണെങ്കിൽ അവളുടെ സിസ്റ്റത്തിലേക്ക് പമ്പ് ചെയ്തിടുന്നതായിരിക്കുന്ന ഈ ആസിഡുകളെല്ലാം ആ കുഞ്ഞിനെ ബാധിക്കുന്നതാണ്. അവളുടെ വറീസ് കുഞ്ഞിനെ ബാധിക്കുന്നതാണ്. പല കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ തന്നെ വളരെ നെർവസ് ആണെന്ന് പറയും. വളരെ നെർവസാണ്, എപ്പോഴും കരയുകയും ശബ്ദം കേട്ടാൽ പേടിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗർഭകാലത്ത് ഭർത്താക്കന്മാർ വീട്ടിൽ വരികയും കോലാഹലങ്ങളും അട്ടഹാസങ്ങളും അടിയും മർദ്ദനവും എന്ന് പറഞ്ഞാൽ ചീത്തവിളിയും എല്ലാം ആകുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് നല്ല കുഞ്ഞുങ്ങളാകുന്നത്? നല്ല കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഗർഭകാലത്ത് അമ്മയുടെ അനുഭവം നല്ല അനുഭവമാണ്, സമാധാനത്തിൻ്റെ അനുഭവമാണ്, സന്തോഷത്തിൻ്റെ അനുഭവമാണ്, പാട്ടിൻ്റെയും പ്രാർത്ഥനയുടെയും പശ്ചാത്തലത്തിലാണ് ഈ കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ ഞാൻ പറയാം കുഞ്ഞുങ്ങൾ ശാന്തരും സൗമ്യരും സമാധാനപ്രിയരും ആയിരിക്കും. അതുപോലെ നല്ല ആഹാരമാണ് അമ്മ ധരിക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കും, അതിനൊന്നും യാതൊരു സംശയവുമില്ല. എന്നാൽ ശരീരത്തിന് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കുന്ന ആഹാരങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ മദ്യവും പുകവലിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അമ്മയ്ക്കുള്ളതെങ്കിൽ, അതുപോലെ ഗുണമില്ലാത്ത ആഹാരങ്ങൾ ഒരുപാട് ആഹാരം പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സും അതുപോലെ പച്ചക്കറികൾക്ക് തളിക്കുന്നതായിരിക്കുന്ന മരുന്നുകളും അതിൻ്റെയൊക്കെ അംശങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എന്ന് കഴിഞ്ഞാൽ നല്ല കുഞ്ഞുങ്ങൾ കിട്ടുകയില്ല. അപ്പോൾ മനോഹയുടെ ഭാര്യയോടും പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ പറഞ്ഞത് ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു കുഞ്ഞാണ്. അതുകൊണ്ട് അതിൻ്റെ ആരോഗ്യവും അതിൻ്റെ മാനസിക അവസ്ഥയും അതിൻ്റെ ആത്മീയ അവസ്ഥയും കേടുവരാതെ നിങ്ങൾ വളരെ സൂക്ഷിച്ച കാര്യങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാവും. ആവശ്യത്തിന് ഉറങ്ങണം, വൈകാരികമായ ഒരുപാടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുത്, നിങ്ങൾ കടിപിടി കൂടരുത്, ഷണ്ട കൂടരുത്, പ്രാർത്ഥനയുടെയും പാട്ടിൻ്റെയും വായനയുടെയും ഒക്കെ അന്തരീക്ഷത്തിൽ വേണം കുഞ്ഞ് ജനിക്കാനെന്നാണ് അവർ പറഞ്ഞത്. അത് വളരെ ശരിയായിരിക്കുന്നൊരു കാര്യമാണ്. എപ്പോഴും നിരാശയും കോപവും സമാധാനമില്ലായ്മയുമാണ് ഗർഭകാലത്ത് അമ്മയുടെ അനുഭവമെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ശാന്തരും സൗമ്യരും സമാധാനപ്രിയരും ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനൊക്കെ അപവാദം കണ്ടേക്കാമില്ലെന്ന് ഞാൻ പറയില്ലെങ്കിലും പൊതുപ്രമാണം പറയുമ്പോൾ അങ്ങനെയാണ്. എന്നാൽ ഭക്തിസാന്ദ്രമായ കുടുംബാന്തരീക്ഷം ആരോഗ്യവും ബലവും ആത്മീയ സാധ്യതയുള്ള മക്കൾക്ക് ജന്മം നൽകുവാൻ സഹായമാണ്. പട്ടരിൽ പൊട്ടരില്ല എന്ന ഒരു ചൊല്ലുണ്ട്. ഞാനതേക്കുറിച്ച് ഒരിക്കലൊരു പഠനം നടത്തി ഒരു ഭട്ടരോട് ചോദിച്ചു, അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഇതിൻ്റെ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, സാറേ ഞങ്ങളുടെ ഒരു ഭാര്യ ഗർഭിണിയാണെന്ന് കണ്ടാൽ ഉടൻ തന്നെ ആ ദിവസം മുതൽ പ്രസവ ദിവസം വരെ എല്ലാ ദിവസവും അവൾ ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥന കഴിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ എല്ലാ സമയത്തും ദൈവമേ എന്നുള്ള ചിന്ത, ദൈവികമായ ചിന്തകൾ കൊണ്ട് അവളുടെ ഹൃദയം നിറയ്ക്കണം. തെറ്റായ ചിന്തകളും തെറ്റായ ആഹാരങ്ങളും ഒന്നും ഇല്ല. അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ശരിയായിരിക്കാം, ശരിയല്ലായിരിക്കാം. പക്ഷേ ഞാൻ പറയും ദൈവമക്കളിൽ പോട്ടില്ലെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയേണ്ടതാണ്. കാരണം എന്താ, നമ്മുടെ സ്ത്രീകൾ ഗർഭം ധരിക്കുന്ന ദിവസം മുതൽ പ്രാർത്ഥനയും പാട്ടും അതുപോലെ തന്നെ ആരാധനയും ദൈവമക്കളുടെ കൂട്ടായ്മയും അതുപോലെ ശാന്തതയും സൗമ്യതയും ഒക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പക്ഷേ പലപ്പോഴും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരല്ല. കാരണം വഴക്കും മല്ലും ചീത്തവിളിയും ഇടാവാട വിളിയും പോടാ വിളിയും അമ്മമാരുടെ കരച്ചിലും എല്ലാം കൂടെ ചുരുക്കി പറഞ്ഞാൽ അത് വളരെ സങ്കടകരമായിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് മനോഹയുടെ ഭാര്യയോടും ദൈവദൂതൻ പറഞ്ഞതായിരിക്കുന്ന നിർദ്ദേശം എല്ലാ അമ്മമാർക്കുള്ള നിർദ്ദേശമാണ്. കേവലം നാസ്യവ്രതക്കാർക്ക് മാത്രമുള്ളതാണെന്ന് ഞാൻ പറയില്ല. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് നാസ്യവ്രതക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മളെല്ലാവരും നാസ്യവ്രതക്കാരാണ്, ദൈവത്തിന് പ്രഥമന്മാരാണ് നമ്മളെല്ലാവരും. നമ്മൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാകണം. അതുകൊണ്ട് നമുക്കും വളരെ സൂക്ഷ്മതയോടെ ജീവിക്കാം. ദൈവത്തെ മാനിക്കുന്നവരുടെ 1000 തലമുറ വരെ മാനിക്കപ്പെടുമെന്നാണ്. എന്നാൽ ദൈവത്തെ അപമാനിക്കുന്നവർ, ദൈവത്തെ നിന്ദിക്കുന്നവരുടെ 4-5 തലമുറ വരെ നിന്ദിക്കപ്പെടുമെന്നാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്താൽ മാനിക്കപ്പെടുന്ന തലമുറകൾ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഭക്തിയോടെയും അതുപോലെ വചനപ്രകാരവും നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നാസ്യവ്രതം അനുഷ്ഠിക്കുന്നതായിരിക്കുന്ന അതേ കുഞ്ഞുങ്ങൾ അവർ ഗർഭം മുതൽ നാസ്യവ്രതക്കാരായിരിക്കുവാൻ തക്കവണ്ണം അമ്മമാരുടെ ആഹാര രീതികൾ, അമ്മമാർ ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരെ ബാധിക്കുമെന്ന് ഞങ്ങളെ കൽപ്പിച്ചു. ഇന്ന് കർത്താവെ അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നാസ്യവ്രതക്കാരായിരിക്കണം, മുടിവെട്ടാത്തവരെന്നുള്ളതല്ല, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. എങ്കിൽ അവരെ ആത്മീക ആരോഗ്യമുള്ളവരും മാനസിക ആരോഗ്യമുള്ളവരും ശാരീരിക ആരോഗ്യമുള്ളവരായിരിക്കണം. അതിന് സഹായകരമായിരിക്കുന്ന ജീവിതശൈലികൾ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ അമ്മമാരെയും ഞങ്ങളുടെ സഹോദരിമാരെയും ഒക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. കർത്താവ് ഈ ദിവസത്തെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഇന്ന് ജോലി ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിയും വിവേകവും ജ്ഞാനവും കൊടുക്കണമേ. ഞങ്ങളുടെ യാത്രയെല്ലാം സഹായിക്കണമേ. സകല മഹത്വത്തോട് നിരത്താട്ടെ. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.